രാഷ്ട്രീയത്തിലെ പുതിയ മാറ്റം എന്തെന്ന് ചോദിച്ചാൽ അത് ബി.ജെ.പിയുടെ മുന്നേറ്റം തന്നെയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു മാറ്റമാണ് ദൃശ്യമാകുന്നത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പി ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നിലധികം സീറ്റുകൾ, അതായത് 3 സീറ്റുകൾ കരസ്ഥമാക്കി എന്നത് ശ്രദ്ധേയമാണ്. ബി.ജെ.പി വിജയിച്ച 3 മണ്ഡലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ബി.ജെ.പിയുടെ കരുത്തുറ്റ മണ്ഡലമായ നേമം പാർട്ടി തിരിച്ചുപിടിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മറ്റൊരു നിർണായക മണ്ഡലമായ കഴക്കൂട്ടത്തും ബി.ജെ.പി അട്ടിമറി വിജയം നേടി. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി ബി ഗോപകുമാർ വിജയിച്ചു. LDFന്റെ തുടർച്ചയായ 10 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് UDF അധികാരത്തിൽ തിരിച്ചെത്തി. എന്നാൽ LDFന്റെ വോട്ട് വിഹിതത്തിൽ ഉണ്ടായ വലിയ ഇടിവ് ബി.ജെ.പിക്ക് പലയിടങ്ങളിലും അനുകൂലമായി മാറി. ചാത്തന്നൂർ, നേമം തുടങ്ങിയ ഇടങ്ങളിൽ LDF വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് മറിഞ്ഞതാണ് വിജയത്തിന് പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. അതേസമയം UDF തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്തു. പാലക്കാട്, മഞ്ചേശ്വരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ സാധിച്ചെങ്കിലും വിജയം തൊടാനായില്ല. ശോഭ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. കേരളത്തിൽ എപ്പോഴും നിലനിന്നിരുന്ന LDF UDF രാഷ്ട്രീയത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. ബി.ജെ.പി 3 സീറ്റുകൾ നേടിയത് വരാനിരിക്കുന്ന കാലങ്ങളിൽ കേരളത്തിലെ ത്രികോണ മത്സരങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കും എന്നതിന്റെ ഉറപ്പാണ്.